ഹലോ, അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുതായിട്ട് മാസം പനിയാളല്ലേ, ചെറുതായിട്ടൊരു എണ്ണക്കറി ഉണ്ടാക്കാൻ കരുതി. അതിന് ഞങ്ങൾ ഒരു അര ഗ്ലാസ് മൈദ എടുത്തു. ആങ്ങളെ മോനാണ് ഒക്കെ ഇന്നത്തെ ഉപ്പിന് ഒന്ന് അത്യാവശ്യത്തിന് ഉപ്പിടുന്നു. അര ഗ്ലാസ്സിന് നുള്ളുപ്പ്, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അവൻ പറഞ്ഞു ഞാൻ ചെയ്യാൻ. അപ്പോൾ എനിക്ക് കഴിയണില്ലല്ലോ, അപ്പോൾ ഞാൻ ചെയ്തു തന്നാൽ അവൻ കേൾക്കണില്ല. നിങ്ങളിരുന്നും ബാലവേല ഇരുന്നു, അങ്ങനെയല്ല, അവരെ ചെയ്യാൻ വരുമ്പോൾ അവൻകുട്ടിയുടെ സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ കരുതി. എന്നിട്ട് എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ മാസം പതിനേഴായിട്ട് ഞങ്ങൾക്ക് എന്തൊക്കെ കിട്ടി? ഞങ്ങൾക്ക് കുറച്ച് ചോറ് കിട്ടി, തേങ്ങാച്ചോറ്. അതിന് ഓൻ്റെ വകയുള്ള പരത്താണ്. ഇതാ പത്തിരിക്കുള്ള ഞങ്ങൾ പരത്തി വെച്ചിരിക്കണം. പിന്നെ എന്തൊക്കെ വീട്ടിലെ വിശേഷങ്ങൾ? മാസം പതിനേഴൊക്കെ ആയിട്ട് എന്തൊക്കെ ഉണ്ടാക്കി? മദ്രസിനൊക്കെ വള്ളിക്കുന്ന തേങ്ങാച്ചോറ് ഇറച്ചിയെ കിട്ടിയ. ഞങ്ങൾ മെയ്തുകൊണ്ട് ഉണ്ടാക്കിയില്ലേ, അങ്ങനെ എന്താ അതിന് മസാല അതാ ഉണ്ടാക്കി വെച്ചിരുന്നു. പിന്നെ എന്തൊക്കെയാണ് ഞങ്ങളെ വീട്ടിൽ വിശേഷം? മാസം പനിയും കഴിയില്ലേ, അങ്ങനെ ഇനി 12 നോമ്പൂടി ഉണ്ട്. മാസമല്ല 12 ഇന്നത്തോട് കൂടിയിട്ട് 13. നോമ്പൊക്കെ ധാർമ്മത്ത് കഴിയും. അങ്ങനെ ആക്കി. ഇതൊരു കൈയ്യൻ്റെ വീഡിയോ എടുക്കാൻ, ഒറ്റ കൈ കൊണ്ട് അങ്ങനെ കയ്യിൻ്റെ പണിയാണ്. കുട്ടികളൊക്കെ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് മോൾക്ക് വീഡിയോ എടുത്ത് കൊടുത്താണ്. അതൊന്നും ചെയ്യാൻ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒരു കൈ കൊണ്ട് ചെയ്യാൻ വീഡിയോ എടുക്കാൻ ചെയ്യാം. പേന ചൂടാക്കി പേന കുറഞ്ഞ് വെച്ചിരിക്കാൻ, എന്നിട്ട് നമുക്കിനി ചൂടാക്കി എണ്ണയിലേക്ക് നമുക്ക് ഇട്ടു. അങ്ങനെ അപ്പുറത്തെ ചിക്കൻ കറിയും അങ്ങനെ അതും കൂടിയിട്ട്. എന്നിട്ട് എന്തൊക്കെ അതൊക്കെ എല്ലാവരും വിശേഷം വീട്ടിലെ കുട്ടികൾക്ക് പരീക്ഷ തുടങ്ങിയില്ലേ?
അങ്ങനെ അത് ആദ്യത്തെ ഇട്ടതായി. ഇനി രണ്ടാമത് എടുക്കുക നമുക്കിന്. എന്തൊക്കെ നിങ്ങളൊക്കെ എല്ലാവരും അത് ഇനി ആരും മറക്കണ്ട, ഒരു ഫുള്ളായി കാണുക. ഒരു പോരായിട്ട് മറ്റേ പോകാൻ മറിച്ചിട്ട് പിന്നെന്താ നമുക്ക് എന്തൊക്കെ മക്കളുണ്ടാക്കിയത്? ഇവിടെ ഇറച്ചിയും പത്തിരി ഉണ്ടാക്കി, എന്താ എണ്ണക്കടി ഉണ്ടാക്കി, ചോറ് പിന്നെ എൻ്റെ ആങ്ങളെ വീട്ടിൽ നിന്ന് കിട്ടി ഞങ്ങൾ തേങ്ങാച്ചോറ്. അങ്ങനെ ഒരെന്താ വെച്ചാൽ മൈദ കൊണ്ട് എളുപ്പം പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സാവധാനം തീ കത്തിച്ചിട്ടാണ് അതിന് വെക്കുന്നത്. അധികം തീയാക്കിയാൽ കരിയും. ഇതാ അത് ഞാൻ ഒരു ചായ കുടിക്കുകയാണ്. ആറിട്ട് മരുവാൻ കൊടുത്തിട്ട് ഇറച്ചും പത്തിരുന്നു. അപ്പത്തിന് പോലും എന്താണ് ദേഷ്യപ്പെട്ട് എന്നോട് എന്നെ നോക്കണോക്കാണ്. അത് ദേഷ്യപ്പെട്ടിട്ട് ഇരിക്കണേ. അതാ തേങ്ങാച്ചോറ്. ഞാൻ ചായ കുടിച്ചിട്ടുണ്ടാവില്ല. കുഞ്ഞ് വിശ്വാസക്കാരുണ്ട്. ഞാൻ ചായ കുടിക്കാതിരിക്കട്ടെ. പത്തിരി, അത് എണ്ണക്കടി, ചിക്കൻ കറി, ചായ, തേങ്ങാച്ചോറ്. തേങ്ങാച്ചോറും ബീഫും ഒരു കോമ്പിനേഷനാണല്ലേ. ആയിക്കോട്ടെ. കട്ടൻ ചായയും പപ്പടം വേണ്ടിയിരുന്നു. പക്ഷേ പപ്പടം കൊണ്ടാൻ മറന്നു. പപ്പടം ഉണ്ടാക്കിയില്ല. അങ്ങനെ ചിക്കൻ കറിയും തേങ്ങാച്ചോറും വെള്ളമൊക്കെ നോക്കിയേക്കും. എനിക്കെന്താ തേങ്ങാച്ചോറ് തിന്നുമ്പോൾ പപ്പടം വന്നിട്ടില്ലെങ്കിൽ ഒരു സുഖമില്ല. പപ്പടം കിട്ടിയില്ല. ഇനിയിപ്പോൾ ഒരു പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്. ഇൻഷാ അല്ലാ വാങ്ങണം. എന്നിട്ട് അടുത്ത തേങ്ങാച്ചോറ് ഇട്ട് വെള്ളത്തേങ്ങ വറക്കുന്നോ അങ്ങനെ അച്ചാറും
ഫാനൊക്കെ ചൂട് എടുത്തിട്ട് എന്താ ചൂട് നേരം ചൂട് സഹിക്കാൻ കഴിയുന്നില്ല. ഓൻ്റെ വിക്രസാണ് ഗ്യാസിൻ്റെ എതിർത്തിട്ട് ഓൻ്റെ ഗ്യാസ് എത്തിച്ച് പണി എത്ര പറഞ്ഞാലും പെട്രോൾ കഴിക്കില്ല. എന്നോട് പറയാം, എന്നോട് ദേഷ്യപ്പെടും. അങ്ങനെ ഒരു 10 രൂപ എടുത്തിട്ട് നമുക്ക് ഇന്നത്തെ ഒരു കുട്ടത്തി എൻ്റെ ഒപ്പം ഉണ്ടാകുമ്പോൾ എങ്ങനെയെന്നറിയാം, മാസം 17 ആയാൽ പത്തിരി പള്ളിക്കൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടില്ലെങ്കിൽ എന്തൊക്കെയാണ് പറയുന്നത്. വസ്ത്രമുണ്ടാക്കിയത് പള്ളിക്കകത്താണ്, എന്നിട്ടുള്ളൂ ഞങ്ങൾക്ക് വയ്ക്കാൻ വെക്കലാണ്. അപ്പോൾ ഇപ്പം മരിച്ചു നോക്കുമ്പോൾ അങ്ങനത്തെ ഇതൊന്നുമില്ല. ഇപ്പോൾ പൈസ കൊടുക്കൽ എന്താ വെച്ചാൽ കണ്ടമാന ഭക്ഷണം അങ്ങനെ ചെന്ന് പിന്നെ ബാക്കിയിട്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടതാക്കും. അതിനൊക്കെയുള്ള ഓരോ പൈസ കൊടുത്തയച്ചാൽ ഇങ്ങനെ ചെയ്യില്ല. ഞങ്ങൾ പൈസ കൊടുത്തയക്കും കട്ടൻ ചായ. എന്നാൽ ഓക്കെ, എന്നാൽ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ. എല്ലാവരും വീഡിയോ ഫുള്ളായി കാണാൻ മറക്കരുത്.